ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കാർബറേറ്ററാണ്. കാർബറേറ്റർ എന്ന് വെച്ചാൽ ഏത് വണ്ടിയുടെയും ഹൃദയമാണ്. അപ്പോൾ ഞാനും മെക്കാനിക്കൊന്നുമല്ല, മെക്കാനിക്കായിരുന്നു. അപ്പോൾ എൻ്റെയും ഇതേപോലെ ഹൃദയം ഒരു നാൾ നിലച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെക്കാനിക്ക് പണി ഉപേക്ഷിച്ചത്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം. ഇപ്പം നമ്മൾ കവറ് അഴിക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ കവറൊക്കെ അഴിച്ച് ആ പിന്ന് ഊരുകയാണ്. പിന്നൂരി കഴിഞ്ഞിട്ട് അതിൻ്റെ ജെറ്റ് എടുക്കണം. ജെറ്റ് ചെറിയൊരു സാധനമാണ്. പിന്നെ ഇതെല്ലാം അഴിച്ച് മാറ്റണം. കാരണം അതിനകത്ത് ഹോളുകളുണ്ട്. അപ്പോൾ ഹോളുകളെല്ലാം കറക്റ്റ് ഹോളുണ്ടോ എന്ന് നോക്കണം. കാരണം അടയാൻ പാടില്ല. അടയാത്ത രീതിയിൽ വേണം. അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഒരു നമ്മൾ വീടിനൊക്കെ ഉപയോഗിക്കണ വയറില്ലേ, അപ്പോൾ ആ വയറിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നൈസായ ഹോളാണ്. അങ്ങനെയാണ് നോക്കണത്. അപ്പോൾ നമ്മൾ ബ്രഷ് ഇട്ട് ഒന്ന് പുറമേ ഒന്ന് കഴുകാണ്. അപ്പോൾ എയർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അത് എയർ കയറി പോണത്. അഴുക്കുണ്ടോ? ഇഷ്ടം പോലെ പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണത്. ഒരു വർഷമായി നിർത്തിയിട്ട വണ്ടിയാണേ. അപ്പോൾ അതിൻ്റെ ഒരു പൊടി പ്രശ്നമുണ്ട്. നമ്മൾ എന്തോരം പൊടിയാന്ന് നോക്കിയേ. ബ്രഷ് ഇട്ട പെട്രോളാട്ടോ. അത് പെട്രോൾ ഒഴിച്ചാണ് നമ്മൾ ക്ലീൻ ആക്കുക സാധാരണയായിട്ട്. അല്ലെ വെള്ളം ഒഴിച്ചാൽ അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാരണം പിന്നെ അത് വണ്ടിക്ക് പ്രോബ്ലം ആയിരിക്കും. അതിനാണ് പെട്രോൾ ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യണത്. എൻജിൻ ക്ലീൻ ആയാലും പെട്രോളാണ് ഉപയോഗിക്കുക. ഇത് ഓവർഫ്ലോൻ്റെ സ്ക്രൂ ആട്ടോ. അതായത് എക്സ്ട്രാ പെട്രോൾ കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മറ്റേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, ഉള്ളിൽ ജെറ്റൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ ഇതിനകത്തേക്ക് നിറയും. അപ്പോൾ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓവർഫ്ലോ ആണത്. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പുറത്തേക്കൊന്നും പോകില്ല കേട്ടോ. അങ്ങനെ നമ്മളത് ക്ലീൻ ചെയ്ത് ഏകദേശം കഴിഞ്ഞു. ഇനി എയറിൻ്റെ ഒന്ന് അഴിക്കാൻ പോവാണ്. എയർ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് വായു കൂടെ ഉണ്ടെങ്കിലേ കത്തുള്ളൂ. അപ്പോൾ അതിനുള്ള കുറച്ച് എയർ അതിനകത്തൂടെ പോകും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. അപ്പം നമ്മളെല്ലാം പെട്രോളിൻ്റെ എയറിൻ്റെ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫിറ്റിങ്ങിൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. വാൽവ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. 10-18 വർഷം അറിയില്ല. അതിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ ഏകദേശം മറന്നു പോയിട്ടോ, ക്ഷമിക്കണം, തെറ്റൊക്കെ ഉണ്ടാകാം. നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റാക്കി. അതിൻ്റെ പാക്കിങ് കൊച്ചിൻ്റെ മുകളിലുണ്ട്. ഇത് എൻ്റെ ചേട്ടനാണ് ചോറ് കൊടുക്കണത് കൊച്ചിന്. പിന്നെ അനിയന് ഹെൽപ്പിനുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ പിടിപ്പിക്കാൻ പോവാണ് കാർബറേറ്റർ എഞ്ചിനിലേക്ക്. ഒരു സൈഡ് എഞ്ചിനും ഒരു സൈഡ് എയർ ഫിൽറ്ററാണ്. ഏകദേശം വിളിച്ച് ഹെൽപ്പറായിട്ട് നമ്മൾ അനിയനാണ്, അവൻ പണി പഠിക്കുകയും ചെയ്യാം. എൻ്റെ കൊച്ച് കയ്യിലിരിക്കണ കാരണം ഞാൻ പിടിക്കണം. ഏകദേശം ടൈറ്റാക്കി 2 8-ൻ്റെ ബോൾട്ടാട്ടോ. ഏകദേശം പരിപാടി കഴിഞ്ഞ്. ഇപ്പോൾ അപ്പുറത്തെ കാർബറേറ്റർ എയർ ഫിൽറ്റർ സൈഡിലൊരു സ്റ്റാർ മുറുക്കാനുണ്ട്. ഇതാട്ടോ പെട്രോൾ കൂട്ടം കുറയ്ക്കണത് ചെയ്യണ സംഭവം. അത് പൊക്കുമ്പോഴാണ് അതായത് പെട്രോള് ഉള്ളിലേക്ക് ഇറങ്ങുക ടാങ്കിൽ നിന്ന്. അതായത് ആക്സിലേറ്റർ നമ്മൾ ഇതാക്കുമല്ലേ, ആ സ്പ്രിങ് ഓപ്പോസിറ്റ് താത്തുകയും ചെയ്യും. നമ്മൾ വിടുമ്പോൾ ആ സ്പ്രിങ് താഴും, അപ്പോൾ പെട്രോൾ കുറയും. നമ്മൾ ആക്സിലേറ്റർ പൊക്കുമ്പോൾ സ്പ്രിങ് പൊങ്ങും, എല്ലാം പൊങ്ങും, അപ്പോൾ പെട്രോൾ കൂടും. അങ്ങനെയാണ് പെട്രോൾ കൂടുതൽ കത്തണ കുറയണത്. പേരൊക്കെ ഞാൻ ഏകദേശം മറന്നുപോയി. അത് എയറിൻ്റെ ആട്ടാ, എയറും പിന്നെ പെട്രോളിൻ്റെ. ഒന്ന് എയറും ഒന്ന് പെട്രോളിൻ്റെ. വണ്ടി ബൈക്കിന് പെട്രോളിൻ്റെ മാത്രം വരുന്നുണ്ട്, എയറിൻ്റെ സെപ്പറേറ്റ് ടാങ്കിൽ നിന്ന് വരുന്നില്ല. സ്കൂട്ടറിനാണ് വരുന്നത്.